എത്തിയാ? ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാഷ് ചെയ്ത് തേച്ച് വെച്ചേക്ക. അതെ, ഈ പുതിയ നേതാക്കന്മാരെ പോലെ എത്രയും പെട്ടെന്ന് കളർ ഡ്രസ്സിലേക്ക് മാറിക്കോണം. ഈ കതറലക്കും കഞ്ഞി പിഴിഞ്ഞും ബാക്കിയുള്ളവന്റെ തോള് തെഞ്ഞു. തോള് കഴിഞ്ഞെങ്കിലേ കണക്കായി പോയി. നീ എന്നെ തേക്കാൻ നോക്കുവല്ലേ നാട്ടുകാർ മുമ്പിൽ കണക്കൊക്കെ പറഞ്ഞ്. ആരാ തേക്കാൻ നോക്കിയത്? എന്റെ റീത്ത് നീയല്ലേ ഇടമോട്ടിച്ചോണ്ട് പോയത്? ആഹാ, ഞാൻ ഫുൾ പേ ചെയ്ത് എന്റെ കലക്ക് റീത്തിന് പകരം നിന്റെ ഉണക്ക് റീത്ത് കടക്കാനല്ലേ അവന് റീത്ത് വെക്കണ്ട. ഞാൻ പറഞ്ഞേക്ക്. എനിക്ക് എന്റെ റീത്തിന്റെ കാശ് കിട്ടണം. ഓഹോ, ഇതിന്റെ പ്രതികാരമായിരുന്നു ടി വിയിലൂടെ എനിക്കിട്ട് താങ്ങിയത്. കെ പിന്നെ തോപ്പിക്കാനാവില്ല മക്കളെ. കെ പി ലീഡറാണ്, ലീഡർ. ലീഡർക്ക് കുറച്ച് ചൂട് കട്ടൻ എടുക്കട്ടെ? വേണ്ട, ഞങ്ങൾ യൂത്തമാര് നല്ല ബിരിയാണി കഴിച്ചിട്ട് വന്നാൽ ഞങ്ങളുടെ പ്രകടനം കഴിഞ്ഞാൽ ഞങ്ങൾ യൂത്തമാർക്ക് അത് മസ്റ്റാണ്. അമ്മേ, അച്ഛാ, ഇന്നത്തെ സമരത്തിന്റെ വീഡിയോ കിട്ടിയ ലൈക്ക് അച്ഛൻ കണ്ടായിരുന്നോ? അത് കണ്ടിട്ട് ചോർച്ചില്ല ചേച്ചിക്ക്. ലൈക്കൊക്കെ തെണുത്ത് കിടപ്പുണ്ടല്ലോ. അസൂയ. UDP-ക്കാരെ കൂടെ പറപ്പാണല്ലോ. അച്ഛനാണെങ്കിലും ശരി, മോളാണെങ്കിലും ശരി. ചെറിയ ചെറിയ സ്വാതന്ത്ര്യ സമരത്തിൽ ഇങ്ങനത്തെ മാർക്ക് ഉണ്ടാവാറില്ല അച്ഛാ. അയ്യേ പിള്ളേരെ പോലെ. നോട്ടെ, ശരിക്ക് ചാഞ്ഞിട്ടുണ്ടല്ലോടാ. നീ വാ, മുറുകണ്ണ തേച്ചുതരാം. വാ. ചെന്നൈക്കാലേ ചെല്ല്. ചേച്ചി അധികം ചൂട് വേണ്ടട്ടോ, മേല് പൊള്ളുവേ. ഞാൻ നോക്കിക്കോളാം. അവിടെ ഒന്നും കുഴപ്പമില്ലെന്നേ. ഇങ്ങനെ ഡെയിലി കുഴമ്പിട്ട് തരാനൊന്നും എന്നെ കിട്ടത്തില്ല. നീ വേഗം ഒരു കല്യാണം കഴിക്കും. അങ്ങനെ ഡെയിലി കുഴമ്പിട്ട് ഇങ്ങനെ ഇരിക്കാൻ എന്നെ കിട്ടത്തില്ല. എനിക്ക് കല്യാണം കഴിക്കും ചേച്ചി. എന്റെ സീറ്റും കൂട്ടുന്നേ. സീറ്റും കല്യാണം തമ്മിൽ എന്ത് ബന്ധം? ബന്ധമുണ്ട്. ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം കല്യാണം കഴിക്കൂ. എനിക്കിട്ടുന്ന സീറ്റാണ് ചുമ്മാ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ് ചേച്ചിക്ക് അങ്ങോട്ട് തന്നത്. ഇനി നോ കോംപ്രമൈസ്. അത് പണ്ട്. എന്റെ സീറ്റ് എന്റെ തന്നെ. അത് വിട്ടു തരാനേ നല്ല മനസ്സില്ല. അതിനുള്ള വെള്ളം മോൻ അങ്ങ് വാങ്ങി ഫ്രിഡ്ജിൽ വെച്ചേക്ക് കേട്ടാ. നിനക്ക് ഈ പഞ്ചായത്ത് തന്നെ വേണമെന്ന് എന്താ അത്ര നിർബന്ധം? നീ വല്ല MLA MP ഒക്കെ ആവാൻ നോക്കും. അതല്ല ഞാൻ പറഞ്ഞേ, എനിക്ക് ആഘോഷപ്പെട്ട എന്താ? അതല്ലേ ഞാനും പറഞ്ഞേ, കല്യാണം കഴിക്കാൻ. എല്ലാരും കൂടി ഇതിന് ഉറങ്ങിക്കൂടി. ആണല്ലോ. ഓ, ജസ്റ്റ് രക്ഷപ്പെട്ടു. അയ്യോ, വന്നല്ലോ സമരനായകൻ. ഇതൊക്കെ പൊടിയാണല്ലോ. ഉദ്ദേശിച്ചാണല്ലോ. ചേച്ചി, ഇതിൽ വെക്കാൻ പറ്റിയ ഒരു 500 ഉണ്ടാവും. ഇടില്ല. അപ്പൊ ഒരു 1000 മതി. നീ നേരത്തെ 500 അല്ലേ ചോദിച്ചേ? അപ്പൊ കേട്ട് തന്നാ മതി. എന്തോ എങ്ങനെ? മോഷണം ലീഡർ KP രക്തത്തിൽ ഇല്ലാത്തോണ്ട് മാത്രം ചോദിക്കാം. ഓഹോ, അപ്പൊ എന്റെ രക്തത്തിലുണ്ടെന്ന്, ഞാൻ കള്ളിയാണെന്ന്. ചേച്ചി ദേഷ്യപ്പെടുമ്പോ ചേച്ചിയുടെ മൂക്ക് ചെറുതായിട്ട് വളയുന്നുണ്ടോന്നൊരു സംശയം. അത് നിന്റെ കണ്ണിന്റെ വളവാ. വേറൊന്ന് ചോദിക്കും. മുല്ലപ്പള്ളി സാറ് ചേച്ചിനെ കൊറേ അന്വേഷിച്ചിട്ടോ. അങ്ങനെ ചോദിച്ചു. എന്റെ മൂക്കിന്റെ വളവനെ പറ്റിയോ? ഇയാളധികം വളയ്ക്കണ്ട. ഇയാൾക്ക് എന്തോ വേണം? കാശ് വേണം, അത്രയല്ലേ ഉള്ളൂ. അശോ, അവിടെ ഉണ്ടായിരുന്നില്ലേ? അവിടെ നോക്കാൻ പറ്റില്ല. കൊറേ ഉണ്ടല്ലോ. ഈ സ്ഥലം ഇന്നും കൂടിയേ ഉള്ളൂ. നിന്നെ എനിക്ക് അത്ര വിശ്വാസമില്ല. എന്താ ചേച്ചി, വലത്തെ കൈ ഉണ്ട്, കടമൊന്നും മേടിക്കണല്ലോ. എഴുതി വെച്ചേക്കണല്ലോ അല്ലേ? നോക്കണ്ട, അത്രേ ഉള്ളൂ. അച്ഛാ, വീടൊക്കെ പെയിന്റ് അടിക്കാറായിട്ടോ. ഫുള്ള് മാറാമ്പലും പൂപ്പലൊക്കെയാണ്. എപ്പോഴും എന്തിനാടാ അവളെ ഇങ്ങനെ പിഴിയുന്നേ? എനിക്ക് കിഫ്ബി മസാല പോണ്ടേ ഉണ്ടാക്കി വിറ്റ് പൈസ ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തോണ്ടല്ലേ. അതുകൊണ്ടല്ലേ ഞാൻ എങ്ങനെയാണ്. വീട്ടുകാരും ഒന്നും നിനക്കറിയണ്ടല്ലോ. അച്ഛന്മാരിങ്ങനെ രാഷ്ട്രീയം കളിച്ച് അഴിമതിക്കാരെന്നുള്ള പേര് മാത്രം സമ്പാദിച്ചു വെച്ചാൽ മക്കളമാരിങ്ങനെ തെണ്ടേണ്ടി വരും. ക്വൈറ്റ് നാച്ചുറൽ, സ്വാഭാവികം. അതല്ലേ ഇവിടെ നടക്കുന്നത്. വിട്ടേക്ക് വേണേ. അച്ഛൻ റെസ്റ്റ് എടുക്കൂ, ചെല്ലു. എന്റെ പൊന്നു പോതട്ട, ഇവിടുന്ന് ബ്രില്യൻസ് അടിക്കാണ്ട് വല്ല കണ്ടെത്തി കാണിച്ചേ. നല്ലൊരു ദിവസമായിട്ട് ബോറടിപ്പിക്കാൻ. എല്ലാരും ഉണ്ടല്ലോ, എടുത്തോളൂ, വീഡിയോ എടുത്തോളൂ. നീ അല്ല ഞാൻ സാർ. എവിടെ? വേഗം വാ, ഇതിലോട്ടൊന്ന് കയറിക്കേ. കൈ കൈ കൈ. മഹാത്മാവ് എനിക്കൊരു വികാരമാണ്. എന്തടിപൊളി പാട്ടുകൾ അദ്ദേഹം പാടിയിരിക്കുന്നത്. രഘുപതി രാഘവ രാജാറാം, പിന്നെ പതീത പാവൻ സീതാറാം. ആ മഹാത്മാവിനെ തൊഴുകയോടെ ഞാൻ സ്മരിക്കുകയാണ്. നിങ്ങളും സ്മരിക്കണം. നമ്മൾ ഭരണത്തിൽ വന്നിട്ട് വേണം ഈ നോട്ടൊന്ന് തിരിച്ചുകൊണ്ട്. വെറും നോട്ടിലെ പടമല്ല ഗാന്ധിജി. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഹരിതകർമ്മസേന.
എങ്കിലും പ്ലാസ്റ്റിക് ഇന്നും ഒരു ഒഴിയാബാധയാണ്. അതിനൊരു അറുതി വരുത്തിയേ തീരൂ. അതിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ്പാണ് നിങ്ങൾക്ക് തന്ന ഈ തുണിസഞ്ചി. മ്യൂസിക് ഒക്കെ ഉണ്ടല്ലോ. എക്സ്ക്യൂസ് മീ പ്ലീസ്. ചേട്ടാ പറ ഒന്ന് മാറി. കെ പി സുരേഷിന് PR ചെയ്യാൻ വന്നതാ. ആശാനും കൊള്ളാം, ശിഷ്യന്മാരും കൊള്ളാം. TV ക്യാമറ കണ്ട മോന്തയുടെ കാര്യത്തിൽ ഇവന്മാർ ഒറ്റ ഗ്രൂപ്പാ. എന്തുവാടേ ഇത്? 8 കളി ഛർദ്ദിച്ച പോലെ ആക്കിയല്ലേ എന്നെ. ഊര പൊട്ടിക്കല് വാടക എടുത്താൽ ഇതിലും നല്ല വില കടലിൽ ചാടിയ മയിലിന് തീറ്റ കൊടുക്കായിരുന്നു. കുറച്ചുകൂടി കവറേജ് ഉള്ളി കിട്ടിയാനെ. അടുത്തതായി നമ്മുടെ പഞ്ചായത്തിലെ ഏറ്റവും കർമ്മനിരതനായ ഒരു വ്യക്തിയെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. ശശിചേട്ടനെ പ്രത്യേകിച്ച് ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നുമില്ല. തെങ്ങിനു വേണ്ടി ജീവിക്കുന്ന ഇദ്ദേഹത്തിന് കേരശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിക്കുന്നതിനൊപ്പം സംസ്ഥാന സർക്കാരിന്റെ കേര ഉൽപ്പന്നങ്ങളുടെ ബ്രാൻഡ് അംബാസഡറായി ഞാൻ ശുപാർശ ചെയ്യുകയും ചെയ്യുന്നു. ശശിചേട്ടാ വാന്നേ. വരും. അച്ഛൻ തെങ്ങേ കയറി വീണ് ചത്തപ്പോ കുടുംബം പട്ടിണിയിലായി. പട്ടിണി മാറ്റാൻ അന്ന് ഒരു തെങ്ങേ കയറി തുടങ്ങിയതാ. എന്നെ പോലൊരാളെ വിളിച്ച് ആദരിച്ച. ഏയ് പോട്ടെ പോട്ടെ. മുണ്ടനൂലിന്റെ കാശ് കൊടുത്തു, ചക്ക കടം പറഞ്ഞു. ഓഹ്, ഇത് പോയില്ലേ. നമുക്ക് തോന്നേണ്ട ഐഡിയാണ് ചേച്ചി എടുത്ത് പൂശിയത്. ഇടറെ ചെലവും തുച്ഛം ഗുണവും മെച്ചം. ഈ ഹനുമാൻ ജ്വല്ലറിക്കാരെ കൊണ്ട് തുണിസഞ്ചി അടിപ്പിച്ച വകയില് മിനിമം 2000 ചേച്ചി അടിച്ചിട്ടുണ്ടാവും. ഒന്ന് പോടാ പറഞ്ഞു. ഈ തെങ്ങേറ്റക്കൻ ശശിയെ ഇങ്ങനെ ആദരിച്ചെന്റെ കുട്ടൻസാണ് എനിക്ക് മനസ്സിലാവാത്തത്. കൊടും തണുപ്പത്ത് ഒരു പൊതുപ്പി വെച്ച തരാത്ത എന്റെ ചേച്ചിയാണ് ആ സാഹചര്യത്തിൽ അയാളെ പൊന്നാട അണിപ്പിച്ചത്. ഇതിലെന്തോ വലിയ പ്ലാൻ ഉണ്ട്, അത് തീർച്ച. നമുക്കിത് ഇതിന് ക്ഷീണം തീർക്കണം നമുക്ക് എങ്ങനെയെങ്കിലും. നമുക്ക് ഈ തോൾസഞ്ചിയില് ഗാന്ധിജിക്കൊപ്പം സ്വന്തം ഫോട്ടോ വെച്ചെന്ന് പറഞ്ഞ് അംഗൻവാടി ടീച്ചറായ ദീപാ നിരാശിനെ കൊണ്ട് ഫേസ്ബുക്കിൽ ഒരു പൊങ്കാലടിച്ചാലോ? എന്താ പറയാം? അത് മതി. പൊങ്കാല മതി അല്ലേ? പൊങ്കാല മതി. ഉറപ്പിക്കാം. പൊങ്കാല. ഒരു നമ്പർ പോലും മാച്ച് ചെയ്യുന്നില്ല. അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് ക്ഷണിക്കാൻ വന്നാണേ. അമ്പലത്തിൽ തുടങ്ങിയോ പൊങ്കാലിടല്? അടുപ്പ് കത്തിച്ച ഒരു ഉദ്ഘാടനം ജസ്റ്റ് ഒന്ന് വന്നാ മതി. എന്താണ് ഡേറ്റ്? ഈ വരുന്ന 22-ാം തീയതിയാ. 22. ഈയിടെയായിട്ട് കുറച്ച് ബിസിയാണ്. നോക്കട്ടെ. അയ്യോ, 22 ഡേറ്റ് ഇല്ലല്ലോ. അന്ന് ഞാൻ വേറൊരു പരിപാടി പിടിച്ചിട്ടുണ്ട്. യൂത്ത് വിങ്ങിന്റെ പോത്ത് വിതരണം. കുഴപ്പമില്ല, എന്തായാലും നിങ്ങൾ വണ്ടി അയക്ക്, ഞാൻ വരാം. വിശ്വാസികളുടെ കാര്യങ്ങൾ നോക്കണമെന്നാണ് ഇപ്പൊ ഹൈക്കമാൻഡിന്റെ പുതിയ നിർദ്ദേശം. സന്തോഷം. ഞങ്ങൾക്ക് ആവശ്യം. ഞാൻ പറഞ്ഞല്ലേ 22 ഡേറ്റിൽ ഞാൻ അവരെന്ത് വിചാരിക്കും? രാവിലെ തന്നെ 4 കൂടി അമ്പലം വഴിക്ക് വന്നേക്കാൻ എന്റെ പഴം കൂടി തിന്നാൻ വേണ്ടി ഇങ്ങോട്ട് വാ. ക്യാൻസറിന് സോനെന്താ, ജൈവ കൃഷിക്ക് സോനെന്താ, പശു വളർത്താനും കോഴിക്ക് തീറ്റ കൊടുക്കാനും സോനെന്താ, എന്തിന് പെണ്ണുങ്ങൾ സംഘം ഉണ്ടാക്കാൻ സോനെന്താ? ഇങ്ങനെയാണോ പെണ്ണുങ്ങള്? എന്താണ് പ്രശ്നം? പുറത്തെന്താ പ്രശ്നം? അത് പള്ളിയിറക്കാവില്ല ക്ഷേത്ര കമ്മിറ്റിക്കാരൻ അവിടെ ആനയെ നിക്രടിക്കാനും സുനന്ദയെ വേണമെന്ന്. ഇത് പിടിച്ചേ കഴിച്ചോ. എനിക്കാണെങ്കിൽ സങ്കടം കക്കൂസ് പൊട്ടിട്ടോയാ. നമ്മൾ ഇങ്ങനെ വിചാരിക്കും. നമസ്കാരം. അമ്പലത്തിലെ പൊങ്കാലയാണ്. ഒന്ന് ഉദ്ഘാടനം ചെയ്ത് തരണം. ക്ഷമിക്കണം, അകത്ത് കയറിയിരിക്കാം. ഇല്ല, പോയിട്ട് ധൃതിയുണ്ട്. മെമ്പർ ഒന്ന് വരാമെന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു. ഓ പിന്നെന്താ, തീർച്ചയായിട്ടും വരാലോ. ദേവിയുടെ അനുഗ്രഹവും ചൈതന്യം ആർക്കാ അറിയാത്തത്? വിളിച്ചാ വെളിപ്പുറത്തല്ലേ അമ്മേ. അച്ഛാ, സമയത്ത് കല്യാണം കഴിപ്പിക്കാതെ മകളെ മഹാറാണിയായി പഞ്ചായത്തിൽ വാഴിച്ചതല്ലേ? ഇപ്പൊ കതറിടാനും തല്ലുള്ള ഞാൻ വിളിച്ചു. 22 രാവിലെ വണ്ടി അയക്കാം. അയ്യോ വേണ്ട, ഞാൻ എന്റെ സ്വന്തം വണ്ടിയിലങ്ങ് വന്നോളാം. പക്ഷെ ഇലക്ഷൻ വരുമ്പോ എന്റെ കാര്യം മറക്കരുത്. അത് കരയോഗക്കാരോട് എല്ലാരോടും ഒന്ന് പറഞ്ഞേക്കണം. അത് പിന്നെ പറയാനുണ്ടോ? ഓ ശരി ശരി. ദേവി വിലാസം സ്കൂളിലെ ഏതെങ്കിലും ഒരു ക്ലാസ്സിലെ ലീഡർ ആയിട്ടുണ്ടോ? നീ ആയിട്ടുണ്ടോ? സുനിതയെ കുറിച്ച് പറയുമ്പോ സുനിതയെ കുറിച്ച് പറയാം, അല്ലാതെ വെറുതെ വിഷയത്തെ വ്യതിചരിക്കരുത് അച്ഛാ. എടാ, രാഷ്ട്രീയത്തിൽ ഇതൊന്നും അല്ല വേണ്ടത്. പിന്നെ ബുദ്ധി വേണം. ബുദ്ധി ഉപയോഗിക്കടാ. ബുദ്ധി ഉണ്ടായിരുന്നെങ്കിലേ 500 വോട്ടുള്ള ശരദൂരക്കാരോട് ഇവൻ ചൂടാവൂ. ഹലോ, ഒരു മിനിറ്റ്. ദേ ഇന്നലെ വാങ്ങിച്ച കാശ് അഭിമാനം പണയം വെച്ചിട്ട് ഒരു കളിക്കൂല.
ലീഡർ കെ പി. ഇതിപ്പോ ആരെ പറ്റിച്ചു? ആ പാവ അലീനെ പിഴിഞ്ഞായിരിക്കും അല്ലേ? അതോ നീനയുടെ കയ്യിൽ നിന്ന് ഇറന്നതാണോ? ഇനി ഈ കടവും ഞാൻ തന്നെ വീട്ടണ്ടേ? ഹേയ്, ഒരു മധുര അനാവശ്യം പറയാൻ നിൽക്കരുത്. അതെ, ഞാനൊരു കാര്യം പറയാം. അലീനെ പോലെയല്ല, ഈ നീനയായിട്ടുള്ളതിന്റെ പൈസയുടെ ഇടപാടുണ്ടല്ലോ, അത് നിനക്ക് തന്നെ ഭാര്യയാവും. നീ നോക്കിക്കോ. ഇത് ഞാൻ ആരിൽ നിന്ന് വാങ്ങിച്ചാൽ ഇതിനെ അധ്വാനിച്ചുണ്ടാക്കിയത്. അടിപിടി കേസ്, സ്ഥലം മാറ്റം എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വെറുതെ പൈസ പിടുങ്ങുന്നതാണല്ലോ നിന്റെ അധ്വാനം. ഇവിടെ അഴിമതി ഇല്ലേ? ഇവിടെ അഴിമതി എന്ന് പറയാൻ പൈതകോറച്ചിനൊന്നും പറ്റൂല. കോഴിത്തീറ്റ, കാലിത്തീറ്റ, പാലം, പശുവിന്റെ വിതരണം, മറ്റേ ബോർഡ്, എന്തൊക്കെ സുനാമി, കൊടുങ്കാറ്റ്. സത്യം പറയും, നീ ഇട്ടിരിക്കുന്ന പാവാടുള്ളി കഴിഞ്ഞ വെള്ളത്തിന്റെ അല്ലേ? നീ തെളിവുണ്ടെങ്കിൽ കാണിക്കടാ, വെറുതെ കണകണ പറയാതെ. ഞാൻ കാണിച്ചോളാം, സമയമാകുമ്പോ ഞാൻ കാണിച്ചോളാം. എന്നാ അപ്പ കാണാം. അപ്പൊ കാണിക്കാം. അപ്പൊ കാണിക്കുമ്പോ നീ കണ്ട വഴി ഓടാനാടി. അച്ഛാ, ദീവിനുണ്ടല്ലോ, നാട്ടിലെ പെണ്ണുങ്ങൾ കഷ്ടപ്പെട്ടെന്തെങ്കിലും ആയി കഴിയുമ്പോ ആണുങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു തരം അസൂയ. അതാണ് നിനക്ക്. അയ്യോ അസൂയ, അസൂയ, അയ്യോ അസൂയപ്പെടാൻ പറ്റിയ സാധനം. അച്ഛാ, ഓ നീ പോടി കെട്ടാ കളി. നീ പോടാ മരയോന്തേ. ഞാൻ മുക്കിത്തരാടാ പപ്പടത്തലയാ. ഇപ്പൊ ഇവള് കാണിച്ചോണ്ടി എല്ലാത്തിനും എനിക്കറിയാം 4000 രൂപ കാണിച്ചു തരാം. ഉച്ചക്കണ്ടല്ല, ഉച്ചക്ക് ഭക്ഷണം കഴിക്കാൻ ഞാൻ നേരത്തെ വരും. ഉണ്ടാക്കി തുടങ്ങി ഇപ്പോഴെ തന്നെ. ഞാൻ ഉരുട്ടി വെക്കാടാ, ഉരുള ഉരുട്ടി വെക്കാം. നീ അല്ലേ നിക്കടിക്കുമ്പോ ആരെ കൂടെ കൊടുക്കുള്ള അല്ലേ? ഒരു ശരാശരി രാഷ്ട്രീയക്കാരൻ ജീവിക്കാൻ ആരെയൊക്കെ പേടിക്കണമെന്നറിയാമോ? വാട്സപ്പ്, ഫേസ്ബുക്ക്, പത്രം, പാല്, ജനം, അമ്മായപ്പൻ, ദിംതരികിടത്തം, ചിത്രം, വിചിത്രം, തിരുവ, എതിർവ, ആരൊക്കെ? പേടിയുള്ള ഒരാളെ തിരുവനന്തപുരത്ത് പോയി അടിമേടിച്ചതും പറഞ്ഞ പപ്പ ഇതുവരെ ചിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഗാന്ധി ജയന്തി, പപ്പയ്ക്ക് പുച്ഛിക്കാൻ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി കൊടുക്കല്ലേ കെ പി? ഇതൊക്കെ ഒരു സോഷ്യൽ മീഡിയ ട്രിക്കല്ലേ വാവേ? പാർട്ടി പ്രവർത്തനം ഗുണ്ടായിസ് വന്ന് വിശ്വസിച്ചെടുക്കുന്ന നിന്റെ അച്ഛന് ന്യൂ ജനറേഷൻ ട്രിക്ക് അറിയോ? പാർട്ടിയുടെ എന്തെങ്കിലും അറിയോ? കണ്ടുപിടിക്കണം ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളെ സുനന്ദ ചേച്ചിയുടെ ട്രിക്ക് കണ്ടുപിടിക്കേ. സുനന്ദ 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 ഒടുക്കല്ലേ. ഞാൻ വേറൊരു കാര്യം പറയാൻ വേണ്ടിട്ട് വന്നേ. ആ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ആലോചന പപ്പ കൊണ്ടുപിടിച്ച് നടത്തുന്നുണ്ട്. പപ്പന്മാർക്ക് പിന്നെ എന്ത് വേണമെങ്കിലും ആവാലോ. അയാളാണെങ്കിൽ വാട്സപ്പ് ഉണ്ടോ മെസ്സഞ്ചർ ഉണ്ടോ എന്ന് ചോദിച്ചു പിറകെ നടക്കുക. നാശം. നീ വിഷമിക്കാതെ, അവനുള്ള ആപ്പ് ഞാൻ കൊടുത്തോളാം. ഈ ലീഡർ കെ പി പഞ്ചായത്ത് മെമ്പർ ആയാൽ ആ സ്പോട്ടിൽ കല്യാണം. ഇതൊരു രാഷ്ട്രീയക്കാരന്റെ വാക്കല്ല, ഒരു കാമുകന്റെ വാക്കാണ്. ഇപ്പൊ തന്നെ വാക്ക് മാറിയല്ലോ. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ട് കല്യാണം എന്നായിരുന്നു ഇത്ര നാളും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഒരു മെമ്പറായോ? എന്റെ പൊന്നലില്ല, നീയും നിന്റെ അച്ഛനെ പോലെ ഈ ഇന്ത്യൻ രാഷ്ട്രീയ മാറ്റങ്ങൾ രാഹുൽജിനെ പോലെ നമ്മൾ ഉൾക്കൊള്ളാൻ പഠിക്കണം. എന്നാലേ വളരുള്ളൂ. നീ അധികം വളരണ്ട കേട്ടോ. പപ്പ എന്താ ഈ വഴി? അയ്യോ പപ്പേ, നീ എന്താണ് ഇവിടെ? നീ ഇവിടെ വീട്ടിൽ പോടി. ചേട്ടോ പെട്ടെന്ന് ഒരു ലിഫ്റ്റ് തരൂ, അത്യാവശ്യം. ഇതിനകത്തോ ഞാൻ കേറിയിട്ട് ഒരാഴ്ച നിർത്തണ്ട. വാ വട്ടത്തി ചവിട്ടി നീളത്തിൽ പോരും. വാ നേരെ പോരും സാർ. നേരെ നോക്കി ചവിട്ട് താഴെ വീഴും. ആ വീട്ടില് നറുതൽ സർവത്ത് സെറ്റ് ചെയ്ത്. എന്താ സുഖമില്ല സാറേ? ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കണായിരുന്നു. കിതപ്പൊന്നുമില്ലല്ലോ. വാ എന്തൊരു നേരെ വീട്ടിൽ ചവിട്ടി വിട്. കയറണേ, റോഡ് ബ്ലോക്കാവോ? നിങ്ങളുടെ സുനന്ദയെ കൊണ്ട് ഒരു രക്ഷയില്ലാതായി. ഇന്ന് CI ശിവന്റെ കൂടെ കൂടി 3 ലോഡ് എന്റെ പിടിച്ചു. കാശും കുറെ പോയി കിട്ടി. സുനന്ദയെ എന്തായാലും ഒന്ന് നോക്കണം. അതൊക്കെ അവിടെ കേട്ടെ. എടാ നീ സുനന്ദേച്ചിനെ വെറുതെ വിട്ടേക്ക്. ഏറി വന്ന 2 മാസം. 2 മാസത്തിനുള്ളിൽ തനി ഒതുങ്ങിക്കോളും. ഇത്തവണ ഇനി കാണും സീറ്റ് ഉറപ്പല്ലേ? ഞാൻ മെമ്പറായപ്പോ നീ മണലോ കടലോ എന്താന്ന് വെച്ചാ കടത്തിക്കോ. ഏത് സുനന്ദ ചോദിക്കാമെന്ന് എനിക്കത് കാണണമല്ലോ. കാണണല്ലോ. ചോദിക്ക് പറയാ. ശരി അണ്ണേ, റൈറ്റ്. അപ്പൊ നിങ്ങളുടെ പരിപാടി നടക്കട്ടെ. എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് 3-4 ലോഡ് വരുന്നുണ്ട്. ഞാൻ ഒന്ന് എസ്കോട്ട് പോയച്ചും വരാം. മറ്റുള്ളവരുടെ മുമ്പിൽ തലവൊക്കെ വെക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ സുനന്ദ. ഒരു മുട്ടിന് ഒരു കൈസായം തന്നെ നീനാഘോഷിയെ പോലും ബ്ലോക്ക് ചെയ്ത്. നമുക്ക് അങ്ങോട്ട് തീർത്താലോ? ഞാൻ ഇത് തീർക്കുന്ന കാര്യം പറഞ്ഞു. അയ്യോടാ സുനന്ദക്ക് എന്നോട് സ്നേഹമില്ലെന്നും പറഞ്ഞ് എനിക്ക് തള്ളിക്കളയാൻ പറ്റും? എടാ എന്റെ കൂടെ പുറപ്പായിപ്പോയില്ലടാ.
കാര്യത്തോട് എടുക്കുമ്പോൾ നിങ്ങൾ ചാണ്ടി ചിഹ്നത്തില്ലെന്ന് ഇവിടെ ആർക്കറിയാത്ത ട്രൈ അങ്ങ് ട്രൈ. അവളെപ്പോലെ സുപ്രഭാതത്തിൽ രാഷ്ട്രീയത്തിൽ പൊട്ടിമുളിച്ചൊരു കൂണല്ല ഞാൻ. എന്റെ പ്രവർത്തന പാരമ്പര്യം നിനക്കറിയില്ലേ? ഫ്ലാഷ് ബാക്ക് കൊണ്ടുവരും. ലെറ്റ്സ് ഗോ. കുറച്ച് ക്ലീശയാണ്, പക്ഷെ പോവേണ്ടി വരും. പണ്ട് കോളേജിൽ ഇതേത് വകുപ്പെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇന്നലെ തല്ലിവരുന്നും ഇന്ന് തല്ലാൻ വള്ള. ആരാ കളിക്കുന്നേ? ഹലോ ചേട്ടാ, ഇത് കൂടി. ഏയ് ഇത് കൊണ്ടുവന്നേ. എന്താ ഇത്? ആ, ഇത് നമ്മുടെ കൂടെയാണല്ലോ. ഞാനാണ് ഇവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി. വെറുതെ ഷോ കാണിക്കാൻ നിൽക്കരുത്. ഇമാരുടെ നീല കീർത്തുണി കെട്ടിയെന്ന് വെച്ച് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മുടെ ചെങ്കോട്ട അങ്ങനെ തന്നെ നിൽക്കും. എന്നാലും ബഹുസ്വരതയിൽ വിശ്വസിക്കുന്നതാണ് നമ്മുടെ പാർട്ടി. ഇമാര് കെട്ടട്ടെ, എവിടം വരെ പോകുന്ന നോക്കാം. അയ്യോ പ്രിൻസിപ്പൽ, തൽക്കാലം പിരിഞ്ഞു പോയിക്കോ. എവിടെ? അച്ഛാ, മോനെ എന്തു പറ്റിയടാ? ഇതാരാ ചെയ്തേ? അത്രേ ഉള്ളൂ. കുഴപ്പമില്ല ചേച്ചി, കോളേജിൽ വെച്ച് ശരിയാവും. രാഷ്ട്രീയത്തിൽ തല്ലുകൊള്ളുന്നതും ജയിലിൽ കിടക്കുന്നതും ഒക്കെ നല്ലതാ, വളരും. നീ രാഷ്ട്രീയത്തിലേക്ക് വലതുകാലം വെച്ച് കയറി കഴിഞ്ഞു. വേണ്ട, നമുക്കുള്ളതൊക്കെ നഷ്ടപ്പെട്ടത് ഈ രാഷ്ട്രീയം കാരണം. ഇനി നീ കൂടി അതിൽ പോണ്ട. ജീവിതമാണ്, മനസമാധാനമാണ് വലുത്. ഇത് ഇന്നത്തോടെ നിർത്തിക്കോണം. സമരമാണോടാ? കൊടികെട്ടിയതിനായിരുന്നല്ലേ? ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇതിവിടെ തൂക്കിയിടുന്നല്ലേ അളിയോ? സുഖല്ലേ? ഭയങ്കര ഫാനാണ് ചേച്ചി. എന്തായിരുന്നു ചേച്ചി ഉണ്ട്, അപ്പുറത്തെ അച്ഛനാണ്. ഓട്ടോഗ്രാഫ് എന്ന് തോന്നുന്നു ചേച്ചി. അപ്പോ അത് അങ്ങോട്ട് പാസ്സാക്ക്. തൽക്കാലം സുരേഷ് ഊത്തും PP ആയിട്ട് വീട്ടിലിരിക്കണം. നോക്കാം. ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാം. ഗ്രൂപ്പ് ഔട്ടാക്കിയതാ. ഇപ്പൊ മകൻ എന്റെ മകളുടെ പുറകെ കൂടിയിരിക്കുക. ഒന്നും സമ്മതിക്കില്ലേ? ഗ്രൂപ്പുകളുടെ ഭാഗമായിട്ട് അലക്സിന്റെ ഗുണ്ടകളെ വീട്ടിലോട്ട് നാടൻ പോകുമ്പോൾ പറഞ്ഞു. അതിൽ അമ്മ പോയി. ഗാന്ധിയനാണല്ലോ അച്ഛൻ, അതുകൊണ്ട് അത് ചെയ്തവരോടൊക്കെ പുറത്ത്. LDPയുടെ കോട്ടയിൽ അച്ഛൻ പ്രസിഡന്റായി. കേരള രാഷ്ട്രീയത്തിൽ ഉദിച്ചു വന്നുകൊണ്ടിരിക്കുന്ന അച്ഛനെ അവൻ പിന്നെയും അലക്സ് പണിയാൻ തുടങ്ങി. അയാളും ഗുണപാലും ആ പുഷ്കരനും കൂടി അയാളും കൂടി അച്ഛനെ വിജയിച്ച് കുടിക്കും. അച്ഛന് പകരം ഞാൻ എന്നുള്ള ഫോമിൽ അവർ അംഗീകരിച്ചില്ല.
അറിയാലോ പണിയെടുക്കുമെന്ന്. അതിന് പകരം രാഷ്ട്രീയത്തിൽ തെക്കും വടക്കറിയാത്ത അച്യുനന്ദനെ വെച്ച് അവൾ ആ സീറ്റിൽ കയറി പിടിച്ചിരുന്നിട്ട് എനിക്കിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക. എല്ലാരും കൂടി ഇന്നലെ ഇതേ കഥ തന്നെ, മിനിഞ്ഞാന്ന് ഇതേ കഥ തന്നെ, വർഷങ്ങളായി ഇതേ കഥ തന്നെ. നിന്റെ കഥ എൻ്റെ വിധി. പണിയണം. അക്ഷരം പോലും അറിയില്ല. രാധന്റെ കൈയക്ഷരം. എടോ കണ്ടാക്കെ എവിടെ നിൽക്കുവടോ? ഇല്ലിക്കുഴിയിലോട്ട് വന്നേ. ആരുടെ സുനിത മെമ്പറുടെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചത്? തോന്നിയാസല്ലേ ഈ കാണിക്കുന്നത്? ആ മെമ്പറോട് കുശുമ്പുള്ള ആരോ ചെയ്ത പണിയാ. ചെയ്തവരെ കുറ്റം പറയാൻ പറ്റുമോ? റോഡ് മൊത്തം കുഴിയല്ലേ. ഇവന്മാരെ കരുതി കൂട്ടിയാണ് ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. എന്ത് വള്ളിക്കെട്ടിനാണോ എന്തോ ഈശ്വര കാത്തോണേ. എന്തിനാ മാഡം വിളിച്ചത്? എടോ തന്നോട് ഞാൻ എത്ര കാലമായി പറയുന്നു റോഡ് ശരിയാക്കാൻ? ഈ കുഴിയെല്ലാം എണ്ണി അടച്ചില്ലെങ്കിൽ തന്റെ ലൈസൻസ് കെട്ടിയത് ഞാൻ കരിമ്പട്ടികയെ പെടുത്തുവേ. ഒറ്റ ബില്ല് ഞാൻ പാസ്സാക്കത്തില്ല പഞ്ചായത്തിൽ നിന്ന്. മാഡം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ ആക്ടിങ് ശരിയാണ്, ശരിയാണ്. മാഡം ഒരു 1000 ടൈംസ് പറഞ്ഞിട്ടുണ്ട്. മാഡം ചതിക്കരുത്. എന്റെ ലോൺ, എന്റെ JCB, എന്റെ ടിപ്പർ, എന്റെ കരിമ്പട്ടിക. ആക്ടിങ് കറക്റ്റ് മാഡം. ആ അപ്പൊ വേഗം റോഡ് ശരിയാക്കാം. ശരി, മാഡം. വൈകുന്നേരം ഞാൻ ഈ വഴി വരുമ്പോ ഒറ്റ കുഴി കണ്ടുപോരുത്. ചെയ്യാം. മനസ്സിലായല്ലോ? ഇപ്പൊ ശരിയാക്കരുത്. ഞാൻ പറഞ്ഞില്ലേ സുനിത മെമ്പർ സൂപ്പറാണ്. ഗ്രൂപ്പിസം അതിന്റെ പാരമ്യത്തിലെത്തിയിരിക്കുകയാണ്. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചത് സുരേഷും സംഘവുമാണെന്നാണ് സൂചന. അതുകൊണ്ട് ഗ്രൂപ്പിസം ഇനി വെച്ച് പൊറുപ്പിക്കാനാവില്ല. ഗ്രൂപ്പിസം കണ്ടുപിടിച്ച ചാച്ചനാണ് ഗ്രൂപ്പിസിനെ കുറിച്ച് പറയണം. CCTV ദൃശ്യങ്ങളിലെല്ലാം വ്യക്തമാണ്. തലേ ദിവസം രാത്രി സുരേഷിനെ അവിടെ കണ്ടവരുണ്ട്. മര്യാദക്ക് സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഗ്രാമത്തിലാണ്. എന്റെ വീട്ടിലുണ്ടല്ലോ CCTV. കോങ്കോയിലിരുന്ന് അതിയാണ് എല്ലാം കാണാം. എന്തൊക്കെയായാലും തെരഞ്ഞെടുപ്പെടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടി രക്ഷിച്ചിട്ടുണ്ട്. എന്താ ശരിയല്ലേ? നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല. ലജ്ജയില്ലാത്ത बहुत वर्ष पहले जब जवाहरलाल नेहरू प्रधानमंत्री थे तब उन्होंने सुझाव दिया था. ഇത്തവണത്തെ സ്ഥാനാർത്ഥി ലിസ്റ്റ് അറിയാൻ പാർട്ടി പ്രവർത്തകർക്ക് താല്പര്യമുണ്ട്. അതൊക്കെ സമയമാകുമ്പോൾ നേതൃത്വം പുറത്തിറക്കും. എല്ലാവരും ഓർത്തോ, ഇത്തവണ എന്റെ ഡേനാണ്. അങ്ങനെയുള്ള കീഴ്വഴക്കങ്ങളൊന്നും ഇവിടെ ഇല്ല. ഒരു പ്രത്യേക സാഹചര്യത്തിൽ സുനന്ദ വന്നു. സുനന്ദ കഴിവ് തെളിയിച്ച സ്ഥിതിക്ക് ഇനി വേറെ ആരും വേണ്ട. സുനന്ദ എന്തു പറയുന്നു? അത് പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. എന്നാലും കഴിവുള്ളവരെ കഴിവ് അതാണ്. സുരേഷിന് സീറ്റ് കൊടുക്കാൻ സുനന്ദയ്ക്ക് പോലും താല്പര്യം. അല്ല ഞാൻ ചായം കടി ചൂട് മുഞ്ചിക്കണം. ചായം കടി നടക്കുന്നുണ്ട്. പോട്ടെ. അയ്യോ അവന്മാർ പോയി ഗ്രൂപ്പ് ഉണ്ടാക്കുമെന്തോ. സുനന്ദയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുനന്ദയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിനെ അന്വേഷണ വിധേയമായി 3 ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു. നിനക്ക് ആ നൂറിനാടുന്ന് വന്ന കല്യാണാലോചനയും മുടങ്ങി. ആ അതെങ്കിലും മുറിവെന്ന് വിചാരിച്ചതായിരുന്നു. ഓ സന്തോഷായി. കൂടുന്നതിനനുസരിച്ചിട്ടേ വരുന്നില്ല. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയാ. കാലം തെറ്റിയ മഴയും. തേനീച്ചകൾ കുറയുന്നു. കൊന്നമരം പോലും കാലം തെറ്റി പൂക്കുന്നു. മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി. നീ ഇന്ന് സുരേഷിനെതിരെ നിലപാടെടുത്ത് ഒട്ടും ശരിയായില്ല. ഓ അത് അച്ഛൻ്റെ അടുത്ത് എത്തിയോ? അച്ഛൻ അങ്ങനെ മകൻ കി ബാത്ത് കേട്ട് ഓരോന്ന് വിചാരിക്കണ്ട. അലക്സ് എന്തോ പറഞ്ഞു, ഞാൻ അതിന് മറുപടി പറഞ്ഞു. അത് ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടയ്ക്ക് കയറി പറഞ്ഞു. എൻ്റെ നിലപാട് സുരേഷിനെതിരെയാണെന്ന് അയാൾ വ്യാഖ്യാനിക്കുമായിരുന്നു. ഞാൻ പറയാതെ അറിയാമല്ലോ, അലക്സിനെ സൂക്ഷിക്കണം. വിഷവാ. തൊഴുത്തിക്കുത്തും പാരവെപ്പും ഗ്രൂപ്പ് കളിയൊക്കെ ആണല്ലോ അച്ഛാ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികൾ. ഇവനൊക്കെ LDP-ക്കാരെ കണ്ടുപിടിക്കട്ടെ. അവരുടെ അച്ചടക്കവും ആസൂത്രണവും അടവ് നയവും അതിന്റെ മെച്ചം അവർക്കുണ്ട്.